ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ബിഡ് ആരും നൽകിയിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. വലിയ നഷ്ടമായിരിക്കും മിക്കവാറും ഈ കമ്പനികൾക്ക് ഏൽക്കേണ്ടി വരിക. മാത്രമല്ല ISLന് മേൽ വലിയ ഒരു കൺട്രോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഉണ്ട്. പുതിയ ഭരണഘടന അങ്ങനെയാണ് വരുന്നത്. അതൊക്കെ ഒഴിവാക്കണം എന്നാണ് ഈ കമ്പനികളുടെ ഒരു ആവശ്യമായി കൊണ്ടുവരുന്നത്. നിലവിൽ സുപ്രീം കോടതിയിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഏതായാലും റയാൻ വില്യംസ് ബംഗളൂരു FC സൂപ്പർ താരമാണ്. ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച താരമാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഫുട്ബോൾ താരങ്ങളുടെ കുടുംബങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ ISL നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റയാൻ വില്യംസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അധികം വൈകാതെ തന്നെ ISL തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഈ താരങ്ങളെ ഓർത്തെങ്കിലും അത് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇവരുടെ സാലറി കൊണ്ടാണ് അവരവരുടെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അത് ഓർത്തെങ്കിലും നിങ്ങൾ ISL നടപ്പിലാക്കണം എന്നാണ് റയാൻ വില്യംസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇന്ത്യയുടെ ദേശീയ ടീമിൻ്റെ ക്യാമ്പിനോടൊപ്പം അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് വലിയ ഒരു ത്യാഗം സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ ഒരുങ്ങുന്നത്. ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.